ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഒരു മക്രോണിയാണ്, ചെമ്മീൻ മക്രോണിയാണ്. എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം മക്രോണി ഞാൻ കുറച്ച് മക്രോണി ഉപ്പും ഒരു പിഞ്ച് മഞ്ഞളും ഇട്ടിട്ട് വേവിച്ചിട്ട് പച്ചവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തണുക്കാൻ വെച്ചിന്. അതിനുശേഷം പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെടുക്കാം. കുറച്ച് തക്കാളി, ഒരു കഷ്ണം ക്യാരറ്റ്, ഒരു ഉള്ളി, 2-3 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ക്യാപ്സിക്കം, പിന്നെ ചെമ്മീൻ, അതൊക്കെയാണ് വേണ്ടുന്നത്. പിന്നെ അത്യാവശ്യം കുറച്ച് മക്രോണി, നമ്മളിപ്പോൾ ഇവിടെ കുറച്ച് മക്രോണിയാണ് ആക്കുന്നുള്ളൂ. അങ്ങനെ ആവശ്യത്തിനുള്ള മക്രോണി കൂടി എടുത്തിന്. പിന്നെ ഇനി അടുത്ത് വേണ്ടുന്നതായിട്ട് നമുക്കൊരു പാൻ വെച്ച് അതിലേക്ക് ഒരു പീസ് ബട്ടർ ഇടാം. ബട്ടർ നല്ലോണം മെൽട്ടായതിന് ശേഷം നമുക്ക് തീ കുറച്ച് വേണം ബട്ടർ മെൽട്ടാകാൻ വെക്കാൻ, അല്ലെങ്കിൽ കരിഞ്ഞോളും. അപ്പോൾ അതിനുശേഷം നമ്മൾ ആ ബട്ടറിലേക്ക് നമ്മൾ എടുത്ത് വെച്ച ചെമ്മീൻ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ജസ്റ്റ് ആ ചെമ്മീനിൽ ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അങ്ങനെ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നീട് നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഉള്ളിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടാം. നല്ല രീതിയിൽ വാട്ടുന്നത് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാം. വെളുത്തുള്ളിയും ചതച്ചതും കൂടി ഇട്ടിന്. പിന്നീട് എടുത്ത് വെച്ച ക്യാപ്സിക്കം, ഒരു അരമുറി തക്കാളിയും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം കുറച്ച് ഉപ്പിടുന്നുണ്ട്, പച്ചക്കറിക്ക് ആവശ്യമായ ഉപ്പും, പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടിയും, ഒരു പിഞ്ച് ചാറ്റ് മസാലയും ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ വേവിച്ച മക്രോണും കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ 2 ടേബിൾ സ്പൂൺ സോസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സോസും ഒരു ടേബിൾ സ്പൂൺ സോയാ സോസുമാണ് ഒഴിക്കുന്നത്. അതിനുശേഷം കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് നമുക്ക് ചെറിയ തീയിൽ ഒരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം.